Yes. ഹാപ്പി മോർണിംഗ്, സോറി ഹാപ്പി ഈവനിങ്. മോർണിംഗ് ആണ് ക്ലാസ് എടുക്കാറ്. Happy evening. എല്ലാരും ഒന്ന് Good വീഡിയോ evening. മോഡിൽ വരാൻ പറ്റുമോ? Happy evening. ഒന്നുകൂടെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊന്ന് വരുമോ? ഓക്കെ, ഞാൻ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷെയ്ഷാദ. ഞാനൊരു കൗൺസിലറാണ്, റെമഡിയൽ ട്രെയിനറാണ്. ഈ വിംബിൾ അക്കാദമിയുടെ 14th ബാച്ചിലെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. നമ്മളൊരു ട്രെയിനറായി വളരാന്, നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ, നമുക്ക് പ്രചോദനം കൊടുക്കാനും പ്രചോദനം കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ് നമ്മുടെ വിംബിൾ അക്കാദമിയുടെ കീഴിലുള്ള ട്രെയിൻ ദ ട്രെയിനർ എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ ഒരു ട്രെയിനേഴ്സ് മേഖലയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ ആശയങ്ങൾ നമുക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് കൈമാറാൻ വേണ്ടിയിട്ടും മറ്റൊരാളുടെ ലൈഫിൽ നമ്മൾ വഴി മാറ്റങ്ങൾ വരുത്താനായിട്ടും നമുക്ക് കഴിയും. എൻ്റെ ഒരു ഇതിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുമ്പോൾ ഒരു ലോങ് ആയിട്ടുള്ളൊരു വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഒരു പാരൻസ് മീറ്റിങ്ങിൽ പോയി സംസാരിക്കാൻ, ഉള്ളിൽ ഒരുപാട് ആശയങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടാകും. പക്ഷേ ഭയങ്കര നെർവസ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് ആഗ്രഹം വന്നു എനിക്കും സംസാരിക്കണം. അങ്ങനെയാണ് ഒരു ആഡ് കാണുന്നതും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതും. ഇതിലേക്ക് ജോയിൻ ചെയ്തതോടുകൂടി എൻ്റെ കോൺഫിഡൻസും പ്രസന്റേഷൻ സ്കിൽസും ഒക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും എനിക്ക് ഞാൻ വിചാരിച്ച നേടിയെടുക്കാനും എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു ചെടി വളരണമെങ്കിൽ വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ വേണം. അതുമാതിരി സാറ് എനിക്ക് വെള്ളം തന്നിട്ടുണ്ടെങ്കിലും ആ ഒരു വായുവും വെളിച്ചവും തന്നത് ഇതിലുള്ള ജാസ്മിൻ മാമും സജിന മാമുമാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഇവർക്ക് 3 പേർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എംപവർമെന്റ് ഓഫ് പാരന്റ്സ് ഓഫ് സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന സബ്ജക്റ്റിന്റെ ബേസിൽ നമ്മളടുത്ത് സംസാരിക്കാൻ വന്നത് ജോളി മാമാണ്. ജോളി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഒരു റിട്ടയർഡ് സെർവൻ്റ് ആണ്. പിന്നെ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ 19th ബാച്ച് പാർട്ടിസിപ്പൻറ്റും കൂടെ ആയിരുന്നു. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, റെസ്പെക്റ്റോടു കൂടി ഞാൻ മാമിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ജോളി മാം. Thank you, Shaishada ma'am. Thank you for your energetic introduction. Happy evening all. എന്നെ പറ്റി പറഞ്ഞു എന്നാലും ഞാൻ എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ജോളി. ഞാൻ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് സർവൻ്റ് ആണ്. അതായത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഒറ്റപ്പാലത്താണ് വീട്. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം MA സൈക്കോളജി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വിംബിൾ അക്കാഡമിയുടെ 19th ബാച്ചിലെ സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ ഒരു അവസരം തന്ന വിംബിൾ അക്കാഡമിക്കും ഫൈസൽ സാറിനും ജാസ്മിൻ മാമിനും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കോർഡിനേറ്റ് ചെയ്ത് കൂടെ നിന്ന് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ ഇത് കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്ന് ഈ വെബിനാറിൽ ജോയിൻ ചെയ്ത നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എംപവർമെന്റ് ഓഫ്
പാരൻസ് ഓഫ് സ്പെഷ്യൽ ചിൽഡ്രൻ എന്നുള്ളതാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ മൈക്കൽ ഫെൽപ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരാണ് അദ്ദേഹം? ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങളിൽ 28 മെഡലുകൾ സ്വന്തമാക്കി ചരിത്രത്തിൽ ഇടം പിടിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അതായത് കുട്ടിക്കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ADHD എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ, ADHD എന്താണെന്ന് അറിയില്ലേ? അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ്, ശ്രദ്ധക്കുറവ്, പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പൊ ഈ അവസ്ഥയിലൂടെ കടന്നുപോയ അദ്ദേഹം എങ്ങനെ ഇത്ര വലിയൊരു നേട്ടം, അല്ലെ, ഇങ്ങനെ ഒരു നേട്ടം നേടിയെടുത്തു? അതാണ് ഈ എംപവർമെന്റിന്റെ മാജിക്. അദ്ദേഹത്തിന്റെ അമ്മ, അതാണ് അദ്ദേഹത്തിന്റെ അമ്മയാണ് അദ്ദേഹത്തിന് കരുതലും സപ്പോർട്ടും പിന്തുണയും സ്നേഹവും പിന്നെ ആത്മവിശ്വാസവും എല്ലാം കൊടുത്ത് ഇങ്ങനെ ഒരു വലിയ നേട്ടത്തിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കി എടുത്തത്. അപ്പൊ ഈ എംപവർമെന്റ് എന്താണെന്ന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സ്പെഷ്യൽ പാരൻസ്, ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്പെഷ്യൽ പാരൻസ് ഉണ്ടോ? ആരാണ് ഈ സ്പെഷ്യൽ പാരൻസ്? ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. സ്പെഷ്യൽ പാരൻസ് ആരാന്നറിയാമോ? അതായത് പ്രത്യേക പരിഗണന. പറയൂ. സ്പെഷ്യൽ ചിൽഡ്രന്റെ പാരന്റ്സ് തന്നെയാണ് സ്പെഷ്യൽ ചിൽഡ്രന്റെ പാരന്റ്സ് ആണ് സ്പെഷ്യൽ പാരന്റ്സ്. ഓക്കെ, താങ്ക് യു അർച്ചന മാം. അതെ, അതായത് പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെ പരിചരിക്കുന്ന മാതാപിതാക്കള്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ മാതാപിതാക്കൾക്കും കാണുന്ന ഓരോ സ്വപ്നങ്ങളുണ്ട്, അല്ലെ? ആ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുന്നത്. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് മീതെ ഇടുത്തി പോലെ ഒരു വാർത്ത കടന്നെത്തുകയാണ്. എന്താണത്? അതായത് നിങ്ങളുടെ കുട്ടി ഒരു സ്പെഷ്യൽ കുഞ്ഞാണെന്നുള്ള ഒരു വാർത്ത. ആ നിമിഷം ഈ ലോകം തന്നെ കീഴ്മേൽ മറിഞ്ഞു പോകുന്നത് പോലെ അവർക്ക് തോന്നിയേക്കാം. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഒരു സ്പെഷ്യൽ പാരന്റ് ആണ്. അതായത് 28 വർഷം മുമ്പ്, എൻ്റെ മകൾക്ക് ഇപ്പൊ 28 വയസ്സായി. 9 കൊല്ലത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ സ്വപ്നങ്ങൾക്ക് വെറും 1.5 കൊല്ലത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഷോക്കായിട്ട് ആ വാർത്ത എത്തിയത്. അവള് ഒരു സ്പെഷ്യൽ കുഞ്ഞാണെന്നുള്ള വാർത്ത. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് സംഭവം. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നു അതൊരു തുടക്കമായിരുന്നു. അതായത് സ്നേഹത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ത്യാഗത്തിൻ്റെതുമായ ഒരു പുതിയ ലോകത്തിലേക്കുള്ള കാൽവയ്പായിരുന്നു അത്. അവളെന്റെ ഗുരുവായിരുന്നു. അവളിൽ നിന്നാണ് ഞാൻ ജീവിതം പഠിച്ചത്, ഒരു പ്രത്യേക ജീവിതം, അല്ലെ? ഷീ ടോട്ട് മീ റെസിലിയൻസ്, പേഷ്യൻസ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. നിരുപാധിക സ്നേഹം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇതെല്ലാം ഞാൻ പഠിച്ചത് അവളിൽ നിന്നാണ്. ഈ ഹെലൻ കെല്ലർ പറഞ്ഞതുപോലെ ഡിസബിലിറ്റി ഈസ് നോട്ട് ഇന്നബിലിറ്റി, ഇറ്റ് ഈസ് എ ഡിഫറെന്റ് എബിലിറ്റി. ഇത് മനസ്സിലാക്കിയത് അവളുടെ ജീവിതത്തിലൂടെയാണ്. അപ്പൊ ഈ സ്പെഷ്യൽ പാരന്റ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് ജസ്റ്റ് കെയർ ഗിവേഴ്സ്. അവരാണ് സ്ട്രോങ്ങസ്റ്റ് തെറപ്പിസ്റ്റുകൾ. അവരാണ് ഈ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും ഒക്കെ അവരാണ്. ഒരു ഡോക്ടറെക്കാളോ ഒരു തെറപ്പിസ്റ്റിനേക്കാളോ ഒക്കെ ഒരു പക്ഷേ ഈ കുട്ടിയെ ഏറ്റവും നന്നായിട്ട് അറിയുന്നതും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാവുന്നതും ഒക്കെ അവർക്കായിരിക്കും. ഇനി നമുക്ക് ഈ സ്പെഷ്യൽ കുട്ടികളുടെ പാരന്റ്സ് ആന്ന് പറഞ്ഞല്ലോ. സ്പെഷ്യൽ കുട്ടികൾ ആരാന്നറിയോ? അതായത് ചില പ്രത്യേകതയുള്ള കുഞ്ഞുങ്ങൾ, നോർമലിൽ നിന്ന് വ്യത്യസ്തരായ കുഞ്ഞുങ്ങൾ. നോർമൽ കുഞ്ഞുങ്ങൾ നമുക്കറിയാം, അവരിൽ നിന്നും ചില പ്രത്യേകതകളുണ്ടല്ലോ. ശാരീരികമായ വൈകല്യങ്ങളുള്ള കുട്ടികൾ, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിലേസ് ഉള്ളവര്, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി, സെർബൽ പാൾസി, ഡൗൺ സിൻഡ്രോം, അതുപോലെയുള്ള കാറ്റഗറീസിൽ ഒക്കെ പെടുന്ന കുട്ടികളുണ്ടല്ലോ. അവരെല്ലാം നമ്മൾ പറയുന്നത് സ്പെഷ്യൽ കുഞ്ഞുങ്ങൾ എന്നാണ്. ഈ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയില് 2.68 കോടി ജനങ്ങൾ വിവിധ തരത്തിലുള്ള വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇതില് കുട്ടികളുടെ എണ്ണം ഗണ്യമാണ്. ഈ ഡിസേബിൾഡ് ആയ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ
മൊത്തത്തിൽ ആ ഒരു ഫാമിലി തന്നെയാണ് ഡിസേബിൾ ആയി പോകുന്നത് അല്ലെ. നമ്മൾ ആ കുട്ടിയുടെ പുറകെ ആ ഫാമിലിയിൽ മൊത്തത്തിലുള്ള ഒരു ചുറ്റി തിരിയും അല്ലെ. അങ്ങനെ മൊത്തത്തിൽ ആ ഫാമിലി ഡിസേബിൾഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവരെ പറ്റി ഈ സമൂഹത്തിനുള്ള കാഴ്ചപ്പാട് എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് കുറെ സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ടാവുമല്ലോ ഇവരെ പറ്റി. അതിൽ ആദ്യത്തെ ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഇവരെ സമൂഹം ഒരു ലേബൽ കൊടുക്കും. അതായത് കഴിവ് കെട്ടവർ, ഇവര് സ്ലോ ലേണേഴ്സ് ആണ്, അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞവരാണ്, ഇവർക്ക് ഒന്നിനും ഒരു കഴിവില്ല, സ്വന്തമായി ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഒരു ലേബൽ ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ ഒന്നും അല്ല. സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് അത്. അത് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒത്തിരി ഡെവലപ്പ് ആയല്ലോ. ഇപ്പൊ ഇതിനെ പറ്റിയുള്ള അവയർനെസ് ഒക്കെ ധാരാളം വന്നു തുടങ്ങി. പിന്നെ ഉള്ള ഒരു സ്റ്റിഗ്മ എന്ന് പറയണത് ഈ സിമ്പതിയോടെയുള്ള ഒരു നോട്ടം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പണ്ട് മോളെയും കൊണ്ട് തെറപ്പിക്ക് പോകുന്ന സമയത്തെ ബസ്സിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ ബസ്സിൽ മോളെയും കൊണ്ട് കേറുമ്പോ തുടങ്ങി ഇറങ്ങുന്നത് വരെ ആ ബസ്സിലുള്ള എല്ലാ യാത്രക്കാരും ശ്രദ്ധിക്കുന്നത് എന്റെ മോള് കാണിക്കുന്ന ടാൻഡ്രംസ് അതിലാണ്. അപ്പൊ അതൊക്കെ എനിക്ക് ആദ്യം ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തിൽ തുളച്ചു കയറുമായിരുന്നു. പിന്നെ ഞാൻ ആ ബസ് യാത്ര തന്നെ ഉപേക്ഷിച്ചു. ആ മനസ്സിലാ വിഷമം തട്ടിയിട്ടായിരിക്കാം. പിന്നെ ഞാൻ സ്വന്തമായി സ്കൂട്ടർ മേടിച്ചു, അതിൽ തെറപ്പിക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ഇവിടെ എവിടെ കൊണ്ടുപോകണമെങ്കിലും കാറിലേ കൊണ്ടുപോകാറുള്ളൂ. അതുപോലെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇപ്പൊ ഒരു പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുകയെന്ന് വെച്ചോ, അപ്പൊ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കുഞ്ഞ് അവിടെ ഉണ്ടെങ്കിൽ ആ കളിയിൽ മറ്റു കുട്ടികൾക്ക് ചേർക്കാൻ, അവരെയും കൂടെ കൂട്ടി കളിക്കാൻ ഒക്കെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവസരങ്ങളുടെ നിഷേധം എന്ന് പറയുമ്പോൾ എനിക്ക് 2-3 കൊല്ലം മുമ്പ് വന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു ന്യൂസാണ് ഓർമ്മ വന്നത്. ഒരു ഫാമിലി ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ എത്തുമ്പോൾ ആ ഫാമിലിയിൽ ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആണ്. എന്നിട്ട് എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ അതോറിറ്റീസ് അനുവദിച്ചില്ല. അതിന്റെ കാരണം ഈ കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്നുള്ളതാണേ. അങ്ങനെ അവര് പിന്നെ ഭയങ്കര എന്തൊരു വിഷമമായിരിക്കും നോക്ക്. ഈ കുട്ടിയെ കൊണ്ട് ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യാന്ന് വെച്ചാൽ തന്നെ നമ്മൾ പാരന്റ്സ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ആ അവസ്ഥയെ കടന്നുപോയത് കൊണ്ട് എനിക്കത് മനസ്സിലാവും. എന്നിട്ട് ആ സമയത്ത് ആ യാത്ര നിഷേധിക്കാന്ന് വെച്ചാൽ അവര് ഒത്തിരി മെന്റലായിട്ട് തകർന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അവര് വിട്ടില്ല. അവരതിൻ്റെതിരെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു. പിന്നെ അവർ ഓർഗനൈസേഷൻസ്, അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ അത് ഏറ്റെടുത്തു. പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി. അപ്പൊ ഈ അവസരങ്ങളുടെ നിഷേധം, അത് ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയേ പറ്റുള്ളൂ. അതിന് മുൻകൈ എടുക്കേണ്ടത് നമ്മൾ സ്പെഷ്യൽ പാരന്റ്സ് തന്നെയാണ്. ഇനി അടുത്ത് ഈ സ്പെഷ്യൽ പാരന്റ്സ് നേരിടുന്ന വെല്ലുവിളികൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്ന ഈ ഡയഗ്നോസിസ് ഷോക്ക് ഉണ്ടല്ലോ. അതായത് ആദ്യമായിട്ട് ഈ കുഞ്ഞ് സ്പെഷ്യൽ ആണെന്ന് അറിയുന്ന ആ നിമിഷത്തിൽ അനുഭവപ്പെടുന്ന നമ്മുടെ ഒരു വികാരം. ഇതിൽ സ്പെഷ്യൽ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫീലിംഗ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അതായത് കുട്ടി സ്പെഷ്യൽ ആണെന്ന് അറിയുന്ന ആ നിമിഷം. ഓക്കെ പറയുന്നുണ്ടോ? ഷെയർ ചെയ്യുന്നുണ്ടോ? ആ ഒരു നിമിഷം അല്ലെ, ആ ഒരു നിമിഷം നമുക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ആദ്യ പ്രതികരണം എന്തായിരിക്കും? സങ്കടമാവാം, നിരാശയാവാം. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ലേ, 9 കൊല്ലം കാത്തിരുന്നിട്ടാണ് എനിക്ക് ഈ മോളുണ്ടായത്. അപ്പൊ ഈ കുഞ്ഞ് ഒരു സ്പെഷ്യൽ കുഞ്ഞാണെന്ന് അറിയുമ്പോ ഞാൻ അങ്ങ് നിരാശ എന്ന് വെച്ചാൽ ഡിപ്രഷനിലേക്ക് അങ്ങ് താന്നു പോകും. നമ്മൾ കാത്തിരുന്ന് കിട്ടിയ കുട്ടിയല്ലേ. അപ്പൊ നമുക്ക് ചിലപ്പോ ദേഷ്യം വരും, ഗിൽറ്റി ഫീലിംഗ് വരും, അങ്ങനെ ഒരുപാട് വികാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും അല്ലെ. അപ്പൊ ഈ സമയത്ത് മറ്റുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അനുഭാവപൂർണമായ പിന്തുണ ആദ്യം കൊടുക്കുന്നത് ആ ഫാമിലിയുടെ സപ്പോർട്ടാണ്. ഫാമിലി ഒറ്റക്കെട്ടായി നിന്ന് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും സിബ്ലിങ്സും എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ വേണ്ട സപ്പോർട്ടും പിന്തുണയും എല്ലാം കൊടുക്കണം. അവരുടെ വികാരങ്ങളെ അംഗീകരിക്കണം. അവർ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തണം. ഈ ഒറ്റയ്ക്ക് ആകുക എന്നുള്ള ഒരു അവസ്ഥയെ പറ്റി എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ മോളെയും കൊണ്ട് പണ്ട് തെറപ്പിക്ക് പോയിരുന്ന ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പൊ ഇവൾക്ക് നമ്മൾ തെറപ്പിക്ക് വേണ്ടി സ്പീച്ച് തെറപ്പി, ഒക്യുപേഷൻ തെറപ്പി പലയിടത്തും ഓടണം. അപ്പൊ ഈ സ്പീച്ച് തെറപ്പിക്ക് വേണ്ടി പോയിരുന്നിടത്ത് നമുക്ക് 3/4 മണിക്കൂർ ആ സമയം അനുവദിക്കുക.
അപ്പൊ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് സ്പീച്ചിന് പോകുന്ന അതേ സമയത്ത് തന്നെ ഒരു അമ്മയും മോനും അവിടെ സ്പീച്ചിന് വരുമായിരുന്നു. അപ്പൊ നമ്മൾ തെറപ്പിസ്റ്റിനെ ഈ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് 3/4 മണിക്കൂർ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്, വെയിറ്റിംഗ് റൂം ഉണ്ട്. ആ റൂമിൽ നമ്മളിങ്ങനെ ഒത്തിരി വെയിറ്റ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അവരോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾ അവരുമായിട്ടൊക്കെ ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ഈ അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ ഈ അമ്മ എപ്പോഴും ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നതാണ്. ഞാൻ അമ്മേനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമുക്കൊന്നും മുഖം തരിക പോലും ഇല്ല. എനിക്ക് അതിനെ പലപ്പോഴും പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് കുട്ടിക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ആള് മുഖം തരാറില്ല. ആൾ ഒറ്റയ്ക്ക് അവിടെ പോയി ഇരിക്കും. അപ്പൊ ഞാൻ ഓർക്കും വെയിറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അടുപ്പിച്ച് അവരെന്നും വരും. അടുപ്പിച്ച് കുറെ ദിവസം ഇവരെ കാണാതായി. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിച്ചു, ഈ അമ്മയ്ക്ക് എന്ത് പറ്റി, അതിനെ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ആ കൂട്ടുകാർ പറയണത്, അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ, ഇവരെ പറ്റി പേപ്പറിലൊക്കെ വന്നിരുന്നല്ലോ, ആ അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്തു എന്ന്. അപ്പൊ എനിക്കൊന്ന് ഭയങ്കര ഒരു ഷോക്കായി. അതെന്താ അങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ആ അമ്മയുടെ കഥ നിനക്കറിയാമോ? ആ കുട്ടി ഉണ്ടായതിന് ശേഷം അതിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും അതിനെ ഉപേക്ഷിച്ചു. അതിന് ഈ കുഞ്ഞിനെ നോക്കേണ്ട ചുമതല ഈ അമ്മയ്ക്ക് മാത്രമായി തീർന്നു. ഈ അമ്മയ്ക്ക് കുട്ടീനെ കൊണ്ട് തെറപ്പിക്ക് ഓടണം, അതിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം, പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ തെറപ്പിക്കും ഇതിനൊക്കെ പൈസ വേണ്ടേ. ഇതെല്ലാം ഈ അമ്മ ഒറ്റയ്ക്ക് അനുഭവിക്കണ, ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിന് ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് വന്ന് ജീവിതം ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടാണ് അത് ഈ കടുങ്കൈ ചെയ്തത്. ഇതറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി. ദൈവമേ, അതിനെ ഒന്ന് പരിചയപ്പെടേണ്ടതായിരുന്നു. അതിന് കുറച്ച് നമ്മൾ അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന്റെ ആ മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് അതിനെ മോചിപ്പിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒറ്റപ്പെടൽ എന്ന അവസ്ഥയുടെ ഒരു അവസ്ഥ എന്താണെന്ന് പൂർണ്ണമായി എനിക്ക് ബോധ്യപ്പെട്ടത്. ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ളത് അവയർനെസ്, അറിവ് എന്ന് പറയുന്നത് വലിയൊരു ശക്തി തന്നെയാണ്. ഈ കുഞ്ഞിന്റെ അവസ്ഥയെ പറ്റി നമ്മൾ ആദ്യം അറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. ഇപ്പൊ എൻ്റെ മോൾക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞാണ് ഡയഗ്നോസ് വന്നത്. അപ്പൊ അന്ന് 28 കൊല്ലം മുമ്പാണ്. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര സജീവമല്ല. അന്ന് ഈ ഓട്ടിസം എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം അല്ലെ. അന്നത്തെ എൻ്റെ മോള് ഈ 1.5 വയസ്സുള്ളപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത്. അന്ന് ഇവളൊരു സ്പെഷ്യൽ കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്താണ് ഈ അവസ്ഥ എന്ന് എനിക്കറിയില്ല. കാരണം ഇവളെങ്ങനെയാണെന്ന് അറിയാമോ, ഇവള് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവളുടെ പേര് വിളിച്ച് ഇവള് റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് സംശയം, ഇതെന്താ ഇത് റെസ്പോണ്ട് ചെയ്യാത്ത, ചെവിക്ക് പ്രശ്നമാണോ? അത് പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര സൗണ്ടിൽ ഇവളുടെ പുറയിൽ ഇടും. ഇവള് ഞെട്ടത്തുമില്ല. ഇവള് ആ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ അതിൽ തന്നെ അങ്ങനെ മുഴുകിയിരിക്കും. ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇവൾ എങ്ങനെയാന്ന് വെച്ചാൽ അടുക്കളയിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഒക്കെ ആയിരിക്കുമ്പോ നമ്മൾ ലിവിംഗ് റൂം, നടുക്കലാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം, അവിടെ ടിവിയിൽ പാട്ടൊക്കെ വെച്ചാല് ഇവൾ ആ റൂമിൽ നിന്ന് ഓടി ഈ ലിവിംഗ് റൂമിലേക്ക് വരും. എന്നിട്ട് ഈ പാട്ടിന്റെ മുമ്പിൽ, ടിവിയുടെ മുമ്പിൽ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. അപ്പൊ ഞങ്ങളാകെ ആശയക്കുഴപ്പത്തിലായി. ചെവിയേക്കാത്ത കൊച്ചു ഇങ്ങനെ കയറി വരില്ലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പീഡിയാട്രീഷ്യനെ ഒക്കെ കാണിച്ചു. അപ്പൊ അവിടെ അന്നൊരു ലേഡി ഡോക്ടർ ആയിരുന്നു. ആ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്, ചിലപ്പോ ഇത് ഓട്ടിസം എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓട്ടിസം എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ മനസ്സിൽ എന്താ ഒരു ആശ്വാസം, സമാധാനം, ചെവിക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്ന്. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ഇവിടെ ഇത് ഡയഗ്നോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോളെയും കൊണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ ചെന്ന് ഇതുപോലെ അസസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡയഗ്നോസ് റിപ്പോർട്ട് കിട്ടി. സംശയിച്ചതുപോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്. അപ്പോഴ് അവിടെ ചെന്നപ്പോഴാണ് ഈ ഓട്ടിസം എന്ന് പറയുന്ന ഈ വില്ലനെ ഞാൻ പരിചയപ്പെടുന്നത്. സത്യം പറഞ്ഞാല് ഞാൻ തകർന്നുപോയി. എൻ്റെ ഓട്ടിസത്തിന്റെ ഭീകരാവസ്ഥ എത്രയാന്ന് അന്ന് എനിക്ക് മനസ്സിലാവണത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ 2-3 മാസം താമസിക്കേണ്ടി വന്നു. നമുക്ക് ഈ അവയർനെസ് ക്ലാസ്സുകൾ, എങ്ങനെ കുട്ടിയെ കൈകാര്യം ചെയ്യാം, അതെല്ലാം പഠിപ്പിച്ചു തന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിന്റെ മെഡിക്കൽ വശങ്ങൾ എന്താ, അതിന്റെ സിംറ്റംസ് എന്താണ്, അതിന്റെ കുട്ടിയുടെ ആശയവിനിമയം എങ്ങനെ നടത്താം, വിദ്യാഭ്യാസ സാധ്യതകൾ എന്തൊക്കെയാണ്, സാമൂഹിക പിന്തുണ സംവിധാനങ്ങൾ ഉണ്ടോ, അതെന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം. എന്തുകൊണ്ടാണ് ഈ അറിവ് പ്രധാനം എന്ന് പറയാൻ കാരണം, അതായത് ശരിയായ അറിവില്ലെങ്കിൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും അല്ലെ. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ കേട്ടിരുന്നത് ഈ ഓട്ടിസം എന്ന് പറയണ അതിന് ഒറ്റമൂലിയുണ്ട്, അല്ലെങ്കിൽ ലാടവൈദ്യനെ കണ്ടാൽ അത് മാറും,
അല്ലെങ്കിൽ പറയും മാഗ്നറ്റിക് തെറപ്പി കൊടുത്താൽ എന്തായാലും ഇത് മാറും. ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് നമുക്ക് വരും. അപ്പൊ നമുക്കിത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ചികിത്സയുടെ പുറകിലെ പോകും. ഹോമിയോ നോക്കും, ആയുർവേദം നോക്കും, എല്ലാ കുറെ ഇങ്ങനെ മോളെയും കൊണ്ട് ഞങ്ങൾ അലഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ കൂടെ ഉള്ള ഒരു വലിയ പോസ്റ്റിലിരുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിൽ വലിയ പോസ്റ്റിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന് ഇതുപോലെ ഒരു രോഗം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഈ മാഗ്നറ്റിക് തെറാപ്പിയുടെ പുറകെ പോയി. അന്ന് അത്രയും നാള് മുമ്പാണ്. എന്നിട്ട് അതിന് ഞങ്ങൾ കേട്ടത് 5 ലക്ഷത്തോളം രൂപ മുടക്കി എന്നുള്ളതാണ്. എന്നിട്ട് എന്താ ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ ഈ അറിവ്, ശരിയായ അറിവില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാ? സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, പിന്നെ മെയിൻ ആയിട്ട് ഈ കുട്ടിക്ക് ഏർലി ഇന്റർവെൻഷൻ ആണല്ലോ പ്രധാനം. അത് കൊടുക്കാന്, ആ കുട്ടിക്ക് വേണ്ട സാധ്യതകളിലേക്ക് നമ്മൾ കടക്കാനോ ഒക്കെ കുറെ സമയം വൈകും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഈ അറിവ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ കൂടെ അന്നൊരു രാജേഷ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നേ. ആ രാജേഷിന്റെ മകള് റീത്തയ്ക്ക് അന്ന് സെർബൽ പാൾസി ആയിരുന്നു. സെർബൽ പാൾസി ആദ്യം രാജേഷ് വിചാരിച്ചത് ഈ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണെന്നാണ് പുള്ളിക്കാരൻ ധരിച്ചിരുന്നത്. പക്ഷേ ഈ സെർബൽ പാൾസിയെ പറ്റി അവയർനെസ്സും ക്ലാസ്സുകളും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി കറക്റ്റ് ആയിട്ട് ഇത് വെറും ചലനത്തെ അല്ലേ ഈ CP ബാധിക്കുന്നത്. അങ്ങനെ റീത്തനെ പഠിപ്പിച്ചു. ഇന്ന് അവളൊരു നല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. അവള് വീൽ ചെയറിൽ ഇരുന്ന് ലോകത്തിന് മനോഹരമായ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ഈ അറിവ് പ്രധാനം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ അംഗീകാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ സ്വന്തം കുട്ടിയുടെ പ്രത്യേകതകള് പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ മാത്രമേ ശാക്തീകരണത്തിന്റെ ആദ്യത്തെ ഘട്ടം കടക്കുകയുള്ളൂ, ആദ്യത്തെ പടി പൂർത്തിയാവുള്ളൂ. ഈ അംഗീകാരം എന്ന് പറയുമ്പോൾ ഇത് പല തലങ്ങളിലായിട്ട് സംഭവിക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇമോഷണൽ അക്സെപ്റ്റൻസ് ആണ്. നേരത്തെ പറഞ്ഞോട്ട് വൈകാരികമായ അംഗീകാരം. ഒരു കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ദുഃഖം, നിരാശ, ദേഷ്യം ഇതുപോലുള്ള വികാരങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണത്. കുട്ടിയുടെ അവസ്ഥ മാറ്റാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക സമ്മർദ്ദം, ആ സ്ട്രെസ്, അത് അടക്കി വെക്കുന്നതിന് പകരം അവയെ അംഗീകരിക്കുകയും സ്വയം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യണം. ഇപ്പൊ എന്റെ കുട്ടിക്ക് ഓട്ടിസം ആണെന്ന് പറയുമ്പോൾ ദുഃഖം ഉണ്ടാവും, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് നമ്മൾ തുറന്ന് സമ്മതിക്കണം. മറ്റുള്ളവരുമായിട്ട് നമ്മളിത് ഷെയർ ചെയ്യണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ അടുത്ത ഫ്രണ്ട്സ്, ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ ചുറ്റുപാടുന്ന തെറപ്പിസ്റ്റിനോടൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ അവയർനെസ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു രോഗമല്ല എന്നുള്ള അവയർനെസ് നമുക്ക് വരും. ഇതൊരു കണ്ടീഷൻ ആണെന്ന് അറിയുമ്പോൾ നമ്മൾ ഇത് അംഗീകരിക്കും. അതോടെ നമ്മൾ ശാന്തരാകും. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ കുട്ടിയുടെ കഴിവുകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതാണ് അക്സെപ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അത് ഇമോഷണൽ അക്സെപ്റ്റൻസ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് സോഷ്യൽ അക്സെപ്റ്റൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. സാമൂഹികമായ അംഗീകാരം. കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് സമൂഹത്തിൽ തുറന്നു പറയണം. പിന്നെ അതിനെപ്പറ്റി മറ്റുള്ളവർ പലതും ചോദിക്കും, എന്താണ് ഈ കുട്ടി ഇങ്ങനെ, അല്ലെ? അങ്ങനെ വരുന്ന ആ ചോദ്യങ്ങളെയും അവരുടെ പ്രതികരണങ്ങളെയും നമ്മൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണത്. ഈ ഘട്ടം അതാണ് ഈ ഘട്ടം. ഇതിലൂടെ രക്ഷിതാക്കൾക്ക് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടി, ഈ കുട്ടിയെ കൊണ്ട് നമ്മൾ പൊതുസ്ഥലത്തിലേക്ക് പോകുന്നു, സ്കൂളിലോ പാർക്കിലോ കുടുംബയോഗങ്ങളിലോ ഒക്കെ കുട്ടിയെ കുറിച്ച് തുറന്ന് സംസാരിക്കാനും ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നു. അപ്പൊ ഈ അംഗീകാരം കുട്ടിക്കും സമൂഹത്തിനും ഒരേപോലെ പ്രയോജനപ്രദമാണെന്നുള്ളതാണ് സത്യം. കുട്ടിയുടെ പ്രത്യേകതകളെ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇനി പ്രാക്ടിക്കൽ അക്സെപ്റ്റൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. കുട്ടിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതാണ് അത്. പഠനത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. പ്രത്യേക ചികിത്സകൾ അതെന്തൊക്കെയാന്ന് വെച്ചാൽ കൊടുക്കണം. തെറപ്പീസ് ഉണ്ടെങ്കിൽ, പിന്നെ വിദ്യാഭ്യാസം, ഇതൊക്കെ നമ്മൾ കൊടുക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടി, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ കുട്ടിക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചു കൊടുക്കും, അല്ലെ? പിന്നെ നമ്മൾ സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കും. ഇതൊക്കെയാണ് ഈ പ്രാക്ടിക്കൽ അക്സെപ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളെ മാനസികമായി ശാക്തീകരിക്കും. കുട്ടിയുടെ പുരോഗതിക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ അവരെ പ്രാപ്തരാക്കും. ഇനി നാലാമത്തെ പോയിന്റ് സെൽഫ് കെയർ ഓഫ് പാരന്റ്സ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ ശാരീരിക ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കും. ഒരു പനി വന്നാൽ ഉടനെ ഡോക്ടറെ അടുത്ത് ഓടിപ്പോവും, മരുന്ന് കഴിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സിംറ്റംസ് കണ്ടാൽ ഉടനെ നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകും.
പക്ഷെ ആരെങ്കിലും അതേ ഇമ്പോർട്ടൻസ് മാനസികമായ ആരോഗ്യത്തിന് കൊടുക്കാറുണ്ടോ? ഇല്ലാന്ന് തന്നെ എന്റെ എക്സ്പീരിയൻസ്. മറിച്ച് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ല, ഇപ്പൊ പിന്നെ ഞാൻ കുറച്ച് പറഞ്ഞത് അവയർനെസ് കറക്റ്റ് ഒക്കെ വന്നു. തന്നെയാണ്. മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഇപ്പൊ ഇത്രയധികം സൈക്കോളജിയെ കുറിച്ചൊക്കെ ഇപ്പൊ ഒരുപാട് റീൽസും കാര്യങ്ങളും വന്നു തുടങ്ങിയപ്പോഴാണ് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അതെ, കറക്റ്റ്. അതാണ്. അപ്പൊ ഈ മാനസിക ആരോഗ്യത്തിന് ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക്, നമ്മുടെ കുട്ടി സന്തോഷിക്കുള്ളൂ, നമ്മുടെ ഫാമിലി സന്തോഷിക്കുള്ളൂ. നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഇത് കേട്ടിട്ടില്ലേ, യു കനോട്ട് pour from an empty glass എന്ന്. അതായത് നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് എപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ ഈ കുട്ടികളും ഈ രക്ഷിതാക്കള് അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഈ സാമൂഹികമായ ഒറ്റപ്പെടൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഈ സാമൂഹികമായ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ ഒരു ഫംഗ്ഷന് ക്ഷണിക്കും. അപ്പൊ നമ്മള് അവിടെ പോണേനെ പറ്റി നമ്മള് ഉടനെ തന്നെ ആലോചിക്കാൻ തുടങ്ങും. അവിടെ പോകുമ്പോ ഈ കുട്ടിയെ കൊണ്ട് പോയാൽ എങ്ങനെയാവും, എല്ലാവരുടെയും ശ്രദ്ധ ഈ കുട്ടിയിലാവും അല്ലെ. അല്ലാണ്ട് ഈ കുട്ടീനെ കൊണ്ടുപോകാതെ പോയാലോ, അവളെ വീട്ടിൽ നിർത്തിയിട്ട് പോയാലോ, അതും നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ ഫംഗ്ഷന് പോയാൽ പോലും നമ്മുടെ മനസ്സ് നമ്മുടെ കുട്ടിയുടെ കൂടെ വീട്ടിലായിരിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ നമ്മൾ ഒരു ഫംഗ്ഷന് പോകാൻ ആലോചിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. അപ്പൊ ഞാനൊക്കെ പണ്ടൊക്കെ നേരത്തെ ഈ ഫംഗ്ഷനുകൾ അങ്ങ് ഒഴിവാക്കാറാ പതിവ്. പിന്നെ ചില ആളുകളുണ്ടല്ലോ, ഈ ഫംഗ്ഷന് വന്ന് ക്ഷണിക്കുന്നതെന്ന് എങ്ങനെയാണെന്നറിയാമോ? നീ വന്നാ മതി, നിന്റെ കുട്ടിയെ കൊണ്ടുവരണ്ടാന്ന്. അത് കേൾക്കുമ്പോ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് തോന്നുമോ? അതോടെ ആ ബന്ധം തന്നെ വേണ്ടാന്ന് നമുക്ക് തോന്നും അല്ലെ. അതുപോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പിന്നെ ഈ കുട്ടികൾക്ക് സിബ്ലിങ്സ് ഉണ്ടാവൂലേ, അവർക്കൊരു കല്യാണാലോചന അത് വരാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? ഇവിടെ ഈ ഞങ്ങളുടെ കൂടെയുള്ള സൊസൈറ്റിയിൽ പല കുട്ടികളും സിബ്ലിങ്സും ഉള്ളവരാണ്. ആ കുട്ടികളുടെ വിവാഹാലോചന നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല പാരന്റ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു സ്റ്റിഗ്മ ഉണ്ട്, അതുപോലെ ശാപമാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റിഗ്മാസ് ഈ സൊസൈറ്റിയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയാ ബന്ധം പിടിക്കുക? അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളാണ്. അപ്പൊ ആ സിബ്ലിങ്ങിന് ആ കുട്ടി നോർമൽ കുട്ടിയായിട്ട് നല്ല പഠിപ്പുണ്ടാവും, എല്ലാ സാമ്പത്തികം എല്ലാം ഉണ്ടാവും. പക്ഷെ നല്ലൊരു വിവാഹാലോചന കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ സാമൂഹികമായി പല വിധത്തിൽ ഈ ഫാമിലി ഒറ്റപ്പെട്ട് പോകാറുണ്ട്. പിന്നെ രണ്ടാമത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഈ ഗവൺമെന്റ് ജോലിക്കാരുടെ പ്രോബ്ലംസ് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും സെൻട്രൽ ഗവൺമെന്റിൽ ജോലിക്കാരായിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് ഈ അവസ്ഥ ഡയഗ്നോസ് ചെയ്തപ്പോ തന്നെ നമുക്ക് ഈ കേരളത്തിലെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒന്നും ഒരു തെറപ്പികളും അവൈലബിൾ അല്ല. നമ്മൾ ഈ കുട്ടിയെ കൊണ്ട് മൈസൂര്, ബാംഗ്ലൂര്, ട്രിവാൻഡ്രം ഒക്കെ ഇങ്ങനെ നടക്കണം. അപ്പൊ നമുക്ക് ലീവ് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ലീവ് ചോദിക്കുമ്പോ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ സ്റ്റേഷൻ മാഷായിരുന്നു. അവർക്ക് ഒരു ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ എന്ന് വെച്ചാൽ ജോലി അന്നുള്ള ജോലി അന്നന്ന് തീർക്കണം, അത് നാളത്തേക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ലീവ് എടുക്കുമ്പോ എന്റെ കൂടെയുള്ളവർ സഫർ ചെയ്യണം. അങ്ങനെ ലീവ് എന്ന് ചോദിക്കുമ്പോ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇങ്ങനെ ഈ പ്രയാസങ്ങൾ കണ്ടും കേട്ടും ഞങ്ങൾ രണ്ടാളും ജോലി റിസൈൻ ചെയ്തു. രണ്ടുപേര് സർവീസ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടിയെ കൊണ്ട് തെറപ്പിക്കൊക്കെ പോകുമ്പോ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? ഈ സ്റ്റേറ്റ് വിട്ടൊക്കെ പോകുമ്പോ കുട്ടിയെ മാനേജ് ചെയ്യണം, പിന്നെ ലാംഗ്വേജ്, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ പോയെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഈ ജോലിയിൽ പല ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. പിന്നെ ഈ ചികിത്സയ്ക്കുള്ള ചെലവുകൾ, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഒരു സാധാരണ കുട്ടി ഒരു പല്ലുവേദന വന്നാൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകും, ആ പല്ലെടുക്കും, കൂടി വന്ന ഒരു 2000 രൂപ ചെലവാകും. പക്ഷെ എന്റെ മോൾക്ക് ഒരു പല്ലുവേദന വന്നാലുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാമോ? ഇവള് ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് വരില്ല, അവിടെ ഓടിക്കളയും. അപ്പൊ നമ്മൾ ഈ പല്ലൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഇവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തിയേറ്റർ പ്രൊസീജിയറിലേക്ക് പോകണം. അനസ്തീസ്റ്റ് വേണം, ഡെന്റിസ്റ്റ് വേണം, ന്യൂറോ വേണം. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു 2-3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തിയേറ്ററിൽ കൊണ്ടുപോയി പല്ല് നോക്കി ആ സമയത്ത് പല്ലെടുത്ത് കളയേണ്ടി വരും. അപ്പൊ ഇതുപോലെ 3 പ്രാവശ്യം അവൾക്ക് ചെയ്യേണ്ടി വന്നു. അവൾക്ക് ഈ റിഫ്ലക്സ് ഡിസീസ് ഉള്ളത് കാരണം എപ്പോഴും മോണപഴുപ്പ് വരുമായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇത് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഒരു നോർമൽ കുട്ടിക്ക് 2000 രൂപയിൽ ഒതുക്കാന്നുള്ള ഒരു പല്ല് എടുക്കല് ഈ എന്റെ മോൾക്ക് ഓരോ പ്രാവശ്യം 20,000-30,000 രൂപ വെച്ച് ചെലവഴിക്കേണ്ടി വരും. പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ, 3 ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവളെ അവിടെ നോക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ. പിന്നെ
കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ. ഈ ഒരു നോർമൽ കുഞ്ഞാണെങ്കിൽ നമ്മൾ കൂടി വന്ന ഒരു 21-22 വയസ്സ് വരെ ചെലവിന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ ഈ കുട്ടി ജോലി സമ്പാദിക്കാൻ, അവൻ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങും, അല്ലെ? അങ്ങനെയാണ് സാധാരണ അവസ്ഥ. പക്ഷെ ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചോ, ഇവർക്ക് ജോലി കിട്ടുമോ? ഇവർക്ക് ജീവിതാവസാനം വരെ വേണ്ട ചെലവുകൾക്കുള്ള കാശ് നമ്മൾ ആദ്യമേ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങണം. എന്നാലാണ് ഇവരുടെ അവസാനം വരെ ഇവരെ നോക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ പാരന്റ്സിനും ഉള്ള, ഇതുപോലെ സ്പെഷ്യൽ കുഞ്ഞുങ്ങളുള്ള എല്ലാ പാരന്റ്സിനും ഉള്ള ഏറ്റവും വലിയ വറി എന്താണെന്നറിയാമോ? വാട്ട് ഈസ് ആഫ്റ്റർ us. അതായത് നമ്മുടെ കാലശേഷം ഇവരെ ആരെ നോക്കും? അതാണ് ഏറ്റവും വലിയ ചിന്ത. ഈ ചിന്തയിൽ നിന്നാണ് ഞങ്ങൾക്ക് പാരന്റ്സിന്റെ ഒരു കൂട്ടായ്മ വേണമെന്ന തോന്നൽ തന്നെ വന്നത്. ആ കൂട്ടായ്മയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ, അതിന് വേണ്ട സൊല്യൂഷൻസ് എല്ലാം ചർച്ച ചെയ്തു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ പാരന്റ്സ് എല്ലാരും കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കണം. അവിടെ നമ്മുടെ മക്കളെ നമ്മൾ ഇല്ലാതാകുന്ന അവസരത്തിലും സ്വന്തം വീട്ടിൽ എന്ന പോലെ നോക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. ഒരു അമ്മയോ അച്ഛനോ മരിച്ചു കഴിഞ്ഞാല് ബാക്കി 99 അച്ഛനും അമ്മയും അവർക്കുണ്ടാവും. അങ്ങനെ ഞങ്ങൾ രൂപീകരിച്ചെടുത്തതാണ് 100 ഫാമിലീസ്, ഇതുപോലുള്ള 100 ഫാമിലീസ് ഉൾപ്പെടുന്ന നിശ്ചിന്ത എന്ന് പറയുന്ന സൊസൈറ്റി. ഇവിടെ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് മാറ്റിയത് ഇവിടെ നിന്നാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ ഞാൻ ഓർമ്മിക്കുന്നത് AM ന്റെ ഒരു കോട്ടാണ്. അദ്ദേഹം പറഞ്ഞത്, യു ആർ സ്മാർട്ടർ, യു ആർ ബ്രേവർ ദാൻ യു ബിലീവ്, സ്ട്രോങ്ങർ ദാൻ യു സീ ആൻഡ് സ്മാർട്ടർ ദാൻ യു തിങ്ക് എന്ന്. ഇതെല്ലാം സത്യമാണെന്ന് മനസ്സിലായത്, നമ്മുടെ കഴിവുകളും നമ്മുടെ ശക്തിയും ഒക്കെ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഇതെല്ലാം സാധ്യമാവും എന്നൊക്കെ മനസ്സിലാക്കിയത് ഞങ്ങൾ നിശ്ചിന്തയിൽ എത്തിയതിന് ശേഷമാണ്. ഇനി ഈ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന ടിപ്പുകളാണ്. അതായത് സെൽഫ് കെയർ. നമ്മുടെ കാര്യം നോക്കണം, വീട്ടുകാര്യം നോക്കണം, ഭർത്താവിന്റെ കാര്യം നോക്കണം, ജോലി ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യം നോക്കണം. ഇതെല്ലാം ഒരു സ്പെഷ്യൽ കുഞ്ഞാണെങ്കിൽ പറയുകയും വേണ്ട, 24 മണിക്കൂർ ആ കുഞ്ഞിന്റെ കൂടെ നമ്മൾ ചെലവഴിക്കേണ്ടി വരും. ഇതിനിടയിൽ നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് വേണ്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാൻ നമുക്ക് സമയമുണ്ടോ? ഒരിക്കലും ഉണ്ടാവാറില്ല. പക്ഷെ അത് ശരിയല്ല. നമുക്ക് വേണ്ടി നമ്മൾ 10 മിനിറ്റ് എങ്കിലും മീ ടൈം മാറ്റി വെച്ചേ പറ്റുള്ളൂ. അത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനം ആണ്. പിന്നെ നമ്മൾ എങ്ങനെയാണെങ്കിലും ഈ ടൈം ഇല്ലെങ്കിൽ നമ്മൾ ടൈം മാനേജ്മെന്റ് പഠിക്കണം. പിന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എക്സർസൈസുകൾ, അത് എല്ലാവർക്കും അറിയാവുന്ന ടിപ്സുകളാണ്. ബ്രീത്തിങ് എക്സർസൈസ്, വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജേർണലിങ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, പിന്നെ ഫിസിക്കൽ എക്സർസൈസ്, വിഷ്വലൈസേഷൻ, പിന്നെ മനസ്സിനെ സ്ട്രോങ് അഫർമേഷൻസ്, ഡാൻസ്, മ്യൂസിക്, അങ്ങനെ എല്ലാ പ്രാക്ടീസുകളും നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ സാമൂഹികമായ ബന്ധങ്ങൾ സ്ഥാപിക്കണം, പിന്തുണ നേടണം, ഹോബികൾക്ക്, ഗാർഡനിങ് പോലുള്ള ഹോബികൾക്ക് സമയം കണ്ടെത്തണം, സുഹൃത്ത് ബന്ധങ്ങളും നിലനിർത്തണം. ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുട്ടിയുടെ കഴിവുകളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കുട്ടികളൊക്കെ യുണീക്കാണെന്ന് പറഞ്ഞല്ലോ, ചില വശത്ത് മാത്രമാണ് അവർക്ക് കഴിവില്ലായ്മയുള്ളൂ. പക്ഷെ വേറെ ചില വശങ്ങളിൽ അവർക്ക് നല്ല കഴിവുണ്ടാവും. ഈ മിക്ക കുട്ടികൾക്ക് ഈ മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമാവും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ പല പിള്ളേരും സ്റ്റേജ് പെർഫോമൻസ് നടത്തുന്നുണ്ട് പാട്ടൊക്കെ പഠിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആ വശങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഡാൻസ് ആവാം, പാട്ടാവാം, ചിലപ്പോൾ ആർട്ടാവാം, ക്രാഫ്റ്റ് ആവാം. അതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആ കഴിവുകൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്, ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ഇപ്പൊ ഒരു നോർമൽ കുട്ടിയാണെങ്കിൽ എങ്ങനെയാ, ഒരു നീറ്റ് എക്സാം പാസ്സാവുക, അല്ലെങ്കിൽ IIT അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് വിജയമായിട്ട് ആഘോഷിക്കണേ. പക്ഷെ ഞങ്ങൾ സ്പെഷ്യൽ പാരന്റ്സിന് അങ്ങനെയല്ല. നമ്മുടെ കുട്ടി ആദ്യമായിട്ട് ഒരു ബ്രഷ് നേരാൻ വണ്ണം പിടിച്ച് പല്ല് തേക്കാൻ പഠിക്കുമല്ലോ, അത് ഞങ്ങൾക്കൊരു വലിയ ആഘോഷമാണ്. അതുപോലെ തന്നെ ഒരു ഉടുപ്പിന്റെ ഒരു കൈ ഇടാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒന്ന് നേരാൻ വണ്ണം പിടിച്ച് കോരി ഭക്ഷണം കഴിക്കാൻ പഠിക്കുക. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിജയങ്ങളാണ്. ഇതൊക്കെ മാസങ്ങളുടെ എഫർട്ട് എടുത്ത് പഠിപ്പിച്ച് കൊണ്ടുവരുന്ന വിജയങ്ങളാണ്. അപ്പൊ അതെല്ലാം ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും കുട്ടിയുടെ ഓരോ നേട്ടം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്.
പിന്നെ സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കണം. സമാനമായ അവസ്ഥയിലുള്ളവരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സപ്പോർട്ട് ഗ്രൂപ്പിൽ സജീവമാകണം. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സഹായം തേടണം. പിന്നെ ഇപ്പൊ എന്റെ കൂടെയുള്ള സുമിത്രയുടെ മകൻ അജയിന് ഡൗൺ സിൻഡ്രോം ആയിരുന്നു. അപ്പൊ ഈ സുമിത്ര എന്താ ചെയ്തതെന്ന് വെച്ചാല് അവന്റെ ഡാൻസ് പഠിപ്പിച്ചു, സ്വിമ്മിങ് പഠിപ്പിച്ചു, സൈക്ലിംഗ് പഠിപ്പിച്ചു. ഇപ്പൊ അവൻ അതൊക്കെ നന്നായി ചെയ്യും. അതായത് നമുക്ക് ഈ പഠിക്കാൻ കഴിവില്ലെങ്കിൽ വേറെ വശങ്ങളിൽ നമുക്ക് അവരുടെ കഴിവുകൾ, അതിനൊക്കെ അവർക്ക് പ്രാപ്തി ഉണ്ട്. ആ കഴിവുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത പോയിന്റ് വിദ്യാഭ്യാസവും വൈവിധ്യ വികസനവും, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഈ സ്പെഷ്യൽ കുട്ടികൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഭയങ്കര നല്ലതാണെന്നാണ് പറയണത്. അവര് നോർമൽ കുട്ടികളുടെ കൂടെ റോൾ മോഡലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അവരെ കണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കും. അപ്പൊ അവരെ നമുക്ക് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ, അതായത് നോർമൽ സ്കൂളിലൊക്കെ ചേർക്കുന്നതാണ് വളരെ നല്ലതെന്നാണ് ഇപ്പോഴത്തേക്ക് അഭിപ്രായം. ഈ RTE ആക്ട് 2009 പ്രകാരം എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട്. സ്പെഷ്യൽ കുട്ടികൾക്കും ഇത് ബാധകം തന്നെയാണ്. എന്തൊക്കെയാണ് വിദ്യാഭ്യാസ സാധ്യത? ആദ്യത്തെ ഒന്നാമത്തെ മെയിൻ സ്ട്രീം സ്കൂളില് സ്പെഷ്യൽ സപ്പോർട്ടോടെ പഠിക്കുക എന്നുള്ളതാണ്. സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ മെയിൻ സ്കൂളിൽ, അങ്ങനെ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിപ്പിക്കാം. പിന്നെ ഹോം സ്കൂളിംഗ് ഉണ്ട്. അതുകൂടാണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള ഒരു മാധവി, ആ മാധവിയുടെ മകള് അനുവിന് മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആയിരുന്നു. ഇപ്പൊ ഈ മാധവി അനുവിനെയും കൊണ്ട് പല സ്കൂളുകളിലും അഡ്മിഷന് വേണ്ടി പോയി. പല സ്കൂളുകളും അനുവിനെ എടുത്തില്ല. പക്ഷെ മാധവി വിട്ടില്ല. അങ്ങനെ ഒരുപാട് സ്കൂളുകൾ അന്വേഷിച്ച് നടന്ന അവസാനം ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അനുവിന് മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണല്ലോ, അവൾക്ക് പഠിക്കാൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മാധവി എന്ത് ചെയ്തു? ഈ ടീച്ചർമാരുടെ പുറകെ കൂടി. എന്നിട്ട് അവിടെ ചെന്ന് ഇതിന്റെ സാധ്യതകളൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് അപ്പോഴാണ് ഈ IEP പറ്റി അറിഞ്ഞത്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ടല്ലോ. അതനുസരിച്ച് അനുവിന് വേണ്ട രീതിയിൽ പാഠ്യപദ്ധതികളൊക്കെ തയ്യാറാക്കി എടുത്തു. ഇപ്പൊ അനു നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്നുണ്ട്. അവള് 10ാം ക്ലാസ് എത്തി. അതാണ് നമ്മള് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ അതൊക്കെയാണ്. പിന്നെ അടുത്ത് ഇവരുടെ പ്രത്യേക അഭിരുചികൾ എവിടേക്കാണെന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആർട്ട്, ക്രാഫ്റ്റ്, മ്യൂസിക്, സ്പോർട്സ്, കമ്പ്യൂട്ടർ സ്കിൽസ്, കുക്കിംഗ്, പിന്നെ പബ്ലിക് സ്പീക്കിംഗ്, അതിൽ ഏതുമാവാം. അത് നമ്മൾ ആ അഭിരുചികൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ടാസ്ക് ആണ്. നമ്മൾ അത് കണ്ടുപിടിച്ചെടുക്കാൻ കുറെ ടൈം എടുക്കും. അത് കണ്ടുപിടിച്ചെടുത്തിട്ട് ആ അഭിരുചികൾ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഈ സ്പെഷ്യൽ പാരന്റ്സ് എന്ന് പറയുന്നത് സാമൂഹിക മാറ്റത്തിന്റെ ഏജന്റുമാരാണ്. അവര് സമൂഹത്തിന്റെ നെടും തൂണുകളാണ്. എങ്ങനെ നമ്മുടെ കുട്ടികളെ പറ്റി നമുക്ക് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ശബ്ദമുയർത്താൻ പറ്റുമോ? അവർക്ക് വേണ്ടി വാദിക്കില്ല. അവരുടെ അവകാശങ്ങൾ എന്തെന്നാ അവർക്കറിയില്ല. അതിനുവേണ്ടി നമ്മൾ വാദിക്കണം, നമ്മൾ ശബ്ദമുയർത്തണം. അതെങ്ങനെയൊക്കെയാണ്? അവബോധം സൃഷ്ടിക്കൽ എന്ന് പറയും. അതായത് സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് സ്റ്റോറീസ് പങ്കിടാം. പിന്നെ സ്കൂളിൽ അവബോധ പരിപാടികൾ നടത്താം. കമ്മ്യൂണിറ്റി ഇവന്റുകളിൽ പങ്കെടുക്കാം. പിന്നെ നയം മാറ്റത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഗവൺമെന്റ് സ്കീമുകളെ പറ്റി നമ്മൾ അറിയണം. ഇപ്പൊ ഒത്തിരി ഇൻഷുറൻസ് സ്കീമുണ്ട്, നിരാമയൊക്കെ പോലുള്ള. പിന്നെ ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയണം. പിന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സിന് സ്പെഷ്യൽ ലീവുകൾ കിട്ടും. ട്രാൻസ്ഫറിന് അവര് ഇതുപോലെ കുട്ടികളുള്ളവർക്ക് അവർ ചോദിക്കുന്ന സ്ഥലത്ത് ട്രാൻസ്ഫർ കൊടുക്കും. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. സോറി, ഇച്ചിരി വെള്ളം. പിന്നെ അടുത്ത് കമ്മ്യൂണിറ്റി ബിൽഡിങ്. പാരന്റ് സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം. റിസോഴ്സസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് സിബ്ലിംഗ് സപ്പോർട്ട് പ്രോഗ്രാമുകൾ തുടങ്ങാം. ഈ സ്കോട്ട് ഹാമിൽട്ടൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഓൺലി ഡിസബിലിറ്റി ഇൻ ലൈഫ് ഈസ് ദ ബാഡ് ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ് മെയിൻ. എൻ്റെ ഒരു ഫ്രണ്ട് രവി ഉണ്ട്. രവിയുടെ മകൻ വിശാലിന് ഓട്ടിസം ആയിരുന്നു. അപ്പൊ ഈ രവി ആദ്യം എന്ത് ചെയ്തു? ഈ കൊച്ചിനെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. പിന്നെ ഈ അവയർനെസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ രവിയുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി. ലോകത്തിന് ഈ വിശാലിനെ പരിചയപ്പെടുത്തി. എങ്ങനെയാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനൽ തന്നെ അങ്ങ് തുടങ്ങി, വിശാൽസ് വേൾഡ് എന്നും പറഞ്ഞ്. എന്നിട്ട് അതിലൂടെ വിശാലിന്റെ ഡെയിലി ലൈഫ്, പിന്നെ അവന്റെ കഴിവുകള്, അവന്റെ വെല്ലുവിളികള്, ഇതെല്ലാം ഈ വീഡിയോസ് ഒക്കെ എടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി.
ഇന്നിപ്പോ വിശാലിന് ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ യൂട്യൂബ് ചാനലിന്. അവനൊരു സെലിബ്രിറ്റി ആയി മാറിക്കഴിഞ്ഞു. ലോകം എല്ലായിടത്തും ഉള്ള ആളുകൾ അവന്റെ ചാനൽ കണ്ട് പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയത് കൊണ്ടുണ്ടായ ഗുണം. ഇനി ഈ പാരന്റ്സിന്റെ എംപവർമെന്റിലൂടെ കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഈ പാരന്റ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ റുട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ദിനചര്യ സൃഷ്ടിച്ചെടുക്കുക. സ്ഥിരമായ ഒരു സമയക്രമം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കണത് പല കുട്ടികളും പല സമയത്ത് ഉറങ്ങും. 9 മണിക്ക് ഉറങ്ങും, 10 മണിക്ക് ഉറങ്ങും, 11 മണിക്ക് ഉറങ്ങും. ഈ സ്ലീപ്പ് പ്രോബ്ലംസ് ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ അതുപോലെ രാവിലെ എഴുന്നേൽക്കാൻ ഇതുപോലെ തന്നെ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ എൻ്റെ മോളെയൊക്കെ ഞാൻ വിളിച്ച് വലിച്ച് എണീപ്പിച്ചാലേ അവളെ എണീച്ചു വരുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഒരു സമയം, ഉറങ്ങാനും എഴുന്നേൽക്കാനും ഒക്കെ ഉള്ള കൃത്യമായ സമയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരാളുകളാണെങ്കിൽ പോലും ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 21 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തെങ്കിലല്ലേ ഒരു ന്യൂറൽ പാത്വേ ഡെവലപ്പ് ചെയ്ത് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ നമ്മുടെ ഈ സ്പെഷ്യൽ മക്കൾക്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതൽ ദിവസം നമ്മൾ ചെയ്യേണ്ടി വരും. ഈ 21 എന്നുള്ളത് 4-5 മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അവരത് പഠിച്ചെടുക്കും. പിന്നെ അവർ ഓട്ടോമാറ്റിക്കാ 10 മണിക്ക് എണീക്കണമെങ്കിൽ 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ അങ്ങനെ ഉറങ്ങും, 8 മണിക്ക് എണീക്കണമെങ്കിൽ അവർ തനിയെ ആ സമയത്ത് എണീറ്റെന്ന് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ടൈം ടേബിൾ, വിഷ്വൽ ഷെഡ്യൂൾസ്. ഇവരിൽ അധികവും വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ വിഷ്വലൈസേഷൻ ഇപ്പൊ എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ. അതായത് ഇവർക്ക് ഈ ചാർട്ടുകൾ, ഇപ്പൊ പല്ല് തേക്കുന്ന, രാവിലെ എണീച്ചാൽ പല്ല് തേക്കണം, കുളിക്കണം, ഡ്രസ്സ് ചെയ്യണം, ഭക്ഷണം കഴിക്കണം, സ്കൂളിൽ പോകണം, പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെയുള്ള ദിനചര്യകളുണ്ടല്ലോ. അതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ട് ഡെയിലി ഇത്ര മണിക്ക് ഇന്നത് ചെയ്യണം എന്ന് നമ്മൾ ഈ കുട്ടികളെ കാണിച്ച് അതുമായിട്ട് പരിചയപ്പെടുത്തി ആ റുട്ടീൻ നമ്മൾ കറക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം. അങ്ങനെ ഒരു 5-6 മാസം ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കാ അവർ ആ റൂട്ടിലേക്ക് വന്നോളും. പിന്നെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളും, അതായത് ഏറ്റവും പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സിമ്പിൾ സെന്റൻസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലളിതമായ ഭാഷ. കോംപ്ലിക്കേറ്റഡ് സെന്റൻസസ് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അവരോട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇവിടെ വാ, പോ, അങ്ങനെയുള്ള ഭാഷകൾ മാത്രം ആദ്യം ഉപയോഗിച്ച് തുടങ്ങണം. പിന്നെ രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരോട് ഇന്നത് ചെയ്യരുത് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. മോൻ ഇതുപോലെ ചെയ്യൂ എന്ന് പറയണം. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ കാര്യം ബിഹേവിയർ മാനേജ്മെന്റ്. പിന്നെ അവർക്ക് പിക്ചർ കാർഡ്സ് ഉപയോഗിച്ച് ലാംഗ്വേജ് പഠിപ്പിച്ചെടുക്കാം. മൂന്നാമത്തെ കാര്യം ബിഹേവിയർ മാനേജ്മെന്റ് എന്നുള്ളതാണ്. നമ്മൾ അവരുടെ ഓരോ പോസിറ്റീവ് ബിഹേവിയേഴ്സ് അവർ കാണിക്കുമ്പോഴും അതിനെ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. പിന്നെ അവർക്ക് ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അവർ ചിലപ്പോൾ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പൊ ഒരു ടാസ്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കളഞ്ഞിട്ട് അടുത്ത് കളിക്കാൻ ബ്ലോക്സ് വെച്ച് കളിക്കാൻ ഓടും. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, മോനെ ആദ്യം നിന്റെ ഈ ഹോംവർക്ക് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് മോനെ ബ്ലോക്ക് വെച്ച് കളിക്കാൻ സമ്മതിച്ചു തരാം. അങ്ങനെയുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ പേഷ്യൻസ്, നമുക്ക് പേഷ്യൻസ് വേണം. ഈ പിള്ളേർക്ക് പലർക്കും പേഷ്യൻസ് ഉണ്ടാവില്ല. അവര് ആദ്യം ക്യൂ നിൽക്കാനൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവരിൽ പേഷ്യൻസ് നമ്മൾ വളർത്തി കൊണ്ടുവരണം. പിന്നെ നാലാമത് ടെക്നോളജീസിന്റെ ഉപയോഗം. പിന്നെ ഇപ്പൊ എൻ്റെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എഴുതാനും വായിക്കാനും ഒന്നും ഈ ബുക്കൊക്കെ കൊടുത്താൽ അറിയില്ല. അതേസമയം ഈ എഡ്യൂക്കേഷണൽ ആപ്പുകൾ ഉണ്ടല്ലോ, പിയാനോ കിഡ്സ്, മിട്ട, അതുപോലെയുള്ള ആപ്പുകൾ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവൾ അതിൽ ചെയ്യും. ആ ആപ്പുകൾ ഉപയോഗിച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ അവൾക്കറിയാം. അതുപോലെ അവള് നോൺ വെർബലാ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. അപ്പൊ അവളെ ഞാൻ ആവാസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അതിലൂടെ അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിക്ചേഴ്സ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റും. അത് അവള് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ കൺക്ലൂഷൻ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ സ്പെഷ്യൽ പാരന്റ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് രക്ഷിതാക്കള് നിങ്ങളുടെ അതേ യാത്രയിലാണ്. നിങ്ങളൊരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത് യുണീക്കാണ്. ഒരിക്കലും നമ്മൾ അവരെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണല്ലോ. അവരുടെ വൈകല്യത്തിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എബിലിറ്റിയിലാണ്. വാട്ട് ദേ ക്യാൻ,
എന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ മാറ്റം, അതായത് ഈ സിമ്പതി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാല് അവയർനെസ്, അറിവ് നേടുക, നെറ്റ്വർക്ക് ചെയ്യുക, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലിയർ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയെടുക്കണം, ഗോൾസ് സെറ്റ് ചെയ്യണം. ഗോൾസ് എന്ന് പറയുമ്പോൾ ഹ്രസ്വകാലം 3 മാസത്തേക്കുള്ള ഗോൾസ് ഉണ്ട്, പിന്നെ മിഡിൽ ഇടക്കാലം 1 വർഷത്തേക്കുള്ള ഗോൾസ്, പിന്നെ ദീർഘകാലം 5 വർഷത്തേക്കുള്ള ഗോൾസ്. ഇതൊക്കെ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇതിന്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കണം. ഇത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണം, അവകാശങ്ങൾക്കായിട്ട് പോരാടണം, ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കണം, മറ്റുള്ളവരെ ബോധവൽക്കരിക്കണം. ഒരു കുഞ്ഞിനെ വളർത്താൻ കുറച്ചു പേര് മതിയാവുമായിരിക്കും, പക്ഷെ ഒരു സ്പെഷ്യൽ കുഞ്ഞിനെ വളർത്താൻ സ്നേഹത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെ വേണം. ആ സാമ്രാജ്യം എന്ന് പറയുന്നത് ആരാണ്? നമ്മളാണ്. നമ്മൾ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ടീച്ചേഴ്സ്, തെറപ്പിസ്റ്റുകള്, ഫ്രണ്ട്സ്, ഈ സമൂഹം, ഇങ്ങനെ ഈ ഒറ്റക്കെട്ടായി സ്നേഹത്തിന്റെ ഒരു സാമ്രാജ്യം ഉണ്ടെങ്കിലാണ് ഒരു സ്പെഷ്യൽ കുഞ്ഞിനെ നേരായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ സ്പെഷ്യൽ പാരന്റ്സ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും ജീവിച്ചിരിക്കുന്ന പാഠപുസ്തകങ്ങളാണ്. അവരുടെ ഓരോ ദിവസവും വെല്ലുവിളികൾ ജയിക്കാനുള്ള ഒരു പുതിയ പാഠമാണ്. അവയർനെസ് എന്ന് പറയുന്നത് നോളജ് ആണ്, അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്, സെൽഫ് കെയർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്, സപ്പോർട്ട് സിസ്റ്റം ബിലോങ്ങിങ് ആണ്, കൊളാബറേഷൻ ആണ് ഗ്രോത്ത് കൊണ്ടുവരുന്നത്. എംപവർമെന്റ് ഈസ് നോട്ട് ആൻ ആക്ട് ഓഫ് ചാരിറ്റി, അതൊരു ചാരിറ്റി അല്ല, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ട്രാൻസ്ഫർമേഷൻ. അത് ഓരോ രക്ഷിതാവിനും കുട്ടിക്കും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും കൊണ്ടുവരുന്ന പരിവർത്തനത്തിന്റെ പ്രവർത്തനമാണ്. ഒരു ക്ഷേമ സമൂഹം പടുത്തുയർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എംപവർമെന്റ്. താങ്ക് യു. എന്നെ ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഇനി നിങ്ങൾക്ക് ഇതില് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം, ഷെയർ ചെയ്യാം ജീവിതാനുഭവങ്ങൾ. എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം, കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ വിലയേറിയതാണ്. മാം സത്യത്തില് മാം ചിരിച്ചുകൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങളും കണ്ണുനീരോട് കൂടിയാണ് ഞാനിവിടെ കേട്ടിരുന്നത്. കാരണം പറഞ്ഞ ഒരു വാക്ക്, ഒരു ബ്രഷ് പിടിച്ച് നേരെ പല്ല് തേക്കുമ്പോൾ പോലും നമ്മൾ ആ വിജയം ആഘോഷിക്കുമെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി. സത്യത്തിൽ അതേ ഒരു കൺസിഡറേഷൻ നമ്മൾ നമ്മുടെ സാധാരണ മക്കൾക്ക് കൊടുത്താൽ ഒരു പക്ഷെ ആ മക്കൾ എവിടെയെല്ലാം എത്തിച്ചേരും. എങ്കിൽ പോലും പാരന്റ്സ് എന്താണ് പറയുന്നത്? ഓ, എന്തൊരു കുരുത്തക്കേട്, പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല. അപ്പൊ ഈ സ്പെഷ്യൽ പാരന്റ്സിന് എത്രത്തോളം ക്ഷമ ഉണ്ടെങ്കിൽ വേണം അവർ ഇതൊക്കെ ചെയ്യാനെന്നുള്ളത് നമ്മളൊന്ന് സാധാരണ പാരന്റ്സ് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ടീച്ചേഴ്സിനോട് പോലും കംപ്ലൈൻറ്റ്സ് പറയുമ്പോൾ എപ്പോഴും പറയും, ഈ സ്പെഷ്യൽ ചിൽഡ്രൻസിനെ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ക്ഷമ എത്രത്തോളം ഉണ്ട്, ആ ക്ഷമയിലേക്ക് നിങ്ങൾ വരും, അപ്പൊ ഈ കുട്ടികളുടെ ബഹളമൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ഞാൻ അവരെ ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും കണ്ണിൽ കൂടെയും പലതും കേട്ടപ്പോൾ കണ്ണീര് വന്നു. മാം ഇത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ആ അനുഭവം, ആ മകളുടെ ആ ഓട്ടിസം എന്ന സംഭവം ഞാൻ കേട്ടിട്ട് കൂടിയില്ല. അത് അങ്ങനെ പറഞ്ഞപ്പോൾ, ഓട്ടിസം ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെവിക്ക് കേൾവി കുഴപ്പമില്ലല്ലോ എന്ന് ആശ്വസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അമ്മയ്ക്ക് ആ ഒരു ഓട്ടിസം എന്ന അസുഖത്തിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്ത അമ്മ ആ ഒരു അസുഖത്തിന്റെ തീവ്രതയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എത്രമാത്രം ആ സമയത്ത് അവര് ആ ഒരു ഉൾക്കിടിലം അവരിൽ ഉണ്ടാക്കി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ വാക്കുകളിൽ സ്പഷ്ടമാണ്. അതുപോലെ മാം എന്നോട് ഒരിക്കൽ ചോദിച്ചത് ഓർമ്മയുണ്ടോ മാം? ഞാൻ ഏത് നിശ ഏരിയയിൽ ഞാൻ ഏതാണ് എടുക്കേണ്ടത് എന്ന് മാം ചോദിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്? ഈ ഇത്തരം പാരന്റ്സിന് അവയർനെസ് കൊടുക്കുന്ന ഒരാളായാല് അങ്ങനെ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ അനുഭവം കൂടി നിങ്ങൾക്ക് പറയാനുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? കറക്റ്റ് മാം. അതാണ് എന്റെ ഈ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമ്പോ എനിക്കും ആശ്വാസമാണ്, നിങ്ങളെ കേൾക്കുന്നവർക്ക് ഞങ്ങളെ മനസ്സിലാവുമല്ലോ. അതാണ്. അപ്പോ അതെ, ഇപ്പൊ ഈ ക്ലാസ് കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിലൊരു കുട്ടിയെ കൊണ്ട് ഒരു പാരന്റ് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
അതോടൊപ്പം തന്നെ മാമിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു ബുക്കിൽ നോക്കി പഠിച്ച് പറയുന്നതല്ല. മാക്സിമം കാര്യങ്ങൾ മാം ഓരോ കാര്യങ്ങൾ ഓരോ പോയിന്റ് പറയുമ്പോഴും അതൊക്കെ സ്വന്തം അനുഭവത്തിലൂടെയാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു കോച്ച് വന്നിരുന്ന് എന്തെങ്കിലും പഠിച്ചു പറയുമ്പോൾ അത് ചെവികൾ കൊണ്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഒരാളുടെ അനുഭവം നമ്മൾ പറയുന്ന സമയത്ത് അത് നമ്മൾ ഹൃദയം കൊണ്ടാണ് കേൾക്കുന്നത്. ഇവിടെ സത്യം താങ്ക് യു. പറഞ്ഞാല് അങ്ങനെ ഉള്ള പേരൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ സാധാരണക്കാർ പോലും നമ്മൾ ഹൃദയം കൊണ്ട് ആ വാക്കുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. ഒരു ട്രെയിനർ കരയാൻ പാടില്ല എന്നാണ്, പക്ഷെ ഇത് കേട്ടപ്പോൾ സത്യമായിട്ടും ലൈവ് അല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. കരയുമായിരുന്നു സത്യത്തിൽ. കാരണം എത്രയൊക്കെ ആയാലും നമ്മൾ ട്രെയിനേഴ്സ് ആണെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, അല്ലേ? അപ്പോ എനിവേ എന്തായാലും മാമിന്റെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഒരുപാട് ഇതുപോലുള്ള പാരന്റ്സിന് അതൊരു അവയർനെസ് കിട്ടാനും അവർക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ക്ലാസ്സിലൂടെ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും താങ്ക് യു ജോളി മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. അതല്ല ഓക്കെ, ഞാൻ ഒന്ന് പറയട്ടെ. എന്റെ പേര് അൻസാരി എന്നാണ്. ഞാന് ഈ പിന്നെ ജോളിയുടെ ക്ലാസ് ഭയങ്കര ഉഗ്രനായിരുന്നു. കാരണം എന്തുവെന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും. നിങ്ങളുടെ സ്ഥാപനം എവിടെയാണെന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞ എവിടെ? ഈ ലക്കിടി അടുത്ത്, ഒറ്റപ്പാലത്ത് ലക്കിടി അടുത്ത് മുളഞ്ഞൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. നിശ്ചിന്ത എന്നാണ് അതിന്റെ പേര് സൊസൈറ്റിയുടെ. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. നിശ്ചിന്ത, ചിന്ത, അതായത് വറി ഫ്രീ, ചിന്തയില്ലാത്ത അവസ്ഥ. അതായത് നമ്മുടെ ചിന്തയ്ക്ക് ഒറ്റപ്പാലത്ത്. എത്ര ഫാമിലികളുണ്ട്? 100 ഫാമിലി ഉണ്ട്. 100 പേര്. അത് അവിടെ 100 പേര് സ്വന്തം വീടുകളാണോ അതോ പിന്നെ മൊത്തം ആയിട്ട് കെട്ടിയതാണോ? സ്വന്തം വീടുകൾ. അവനവന്റെ ഇഷ്ടത്തിന് നമുക്ക് വീട് വെക്കാം. അവനവന്റെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ തന്നെയാ വീട് വെക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൊസൈറ്റി തരും. അങ്ങനെയാണ്. സൊസൈറ്റി തരും, അങ്ങനെയാണ്. ഓക്കെ. അതെ. അപ്പൊ അവിടെ പേരൻസിന് പോയി താമസിക്കാം. നമ്മളവിടെയാണ് താമസം. നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും ഒന്നിച്ചാ. നമ്മുടെ മക്കള് കോമൺ കിച്ചന ഒക്കെ ആണോ അതോ സെപ്പറേറ്റ് കിച്ചണും കാര്യങ്ങളും ഒക്കെ? കോമൺ കിച്ചണാ. നമുക്ക് അടുക്കളയിൽ സമയം കളയണ്ട. അമ്മമാര് ഫ്രീ ആണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളിവിടെ അമ്മമാർക്ക് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പാട്ട്, ഡാൻസ്, മ്യൂസിക്, യോഗ, മെഡിറ്റേഷൻ. നമ്മൾ ഫ്രീ ആണ്. കാരണം നമുക്ക് അടുക്കളയിൽ പോയി സമയം കളയണ്ട. അവിടെ എങ്ങനെ പുതിയ ഇതുപോലത്തെ വരുന്നവരെ എടുക്കുവോ വീണ്ടും? ഇപ്പൊ 100 ഫാമിലി ഉണ്ട്. പിന്നെ ഒരാൾ പോയി കഴിഞ്ഞാൽ ആ വേക്കൻസിയിൽ പുതിയ ആളെ എടുക്കും. അപ്പൊ 100 എന്നുള്ളത് ഫിക്സ്ഡ് ആണല്ലേ? അതെ, 100 മാത്രമേ ഉള്ളൂ. 100 കൂടുതൽ. അവിടെയുള്ള കുട്ടികള് 35, 40, 50 ഒക്കെ വയസ്സൊക്കെ ഉള്ളവർ കാണുമല്ലോ? അതെ, എല്ലാവരും 18 വയസ്സിനും മുകളിലുള്ളവരാ. അതായത് ഈ പാരന്റ്സ് ഒക്കെ എന്ന് പറയുമ്പോഴേ ജോലിയും എല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റ് ആവുമ്പോഴാണ് അവർ ഇങ്ങോട്ടേക്ക് ചേക്കേറുന്നത്. അപ്പൊ ഈ മക്കളൊക്കെ 18 വയസ്സിന് മുകളിലെത്തും. അപ്പൊ പിന്നെ ഇതിന് ഈ പേരൻസ് ഒക്കെ പ്രായമായതുകൊണ്ട് അവരെ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എല്ലാം ഈ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ, എല്ലാം പാരന്റ്സിന്റെ ചെലവാണ്. നമ്മൾ തന്നെ കെയർ ഗിവേഴ്സ് എന്നും പറഞ്ഞ് കുറെ പേര് ട്രെയിനിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, പിന്നെ ടീച്ചർമാരുണ്ട്. പിന്നെ ടീച്ചർമാർ മീൻസ് സ്പെഷ്യൽ ടീച്ചേഴ്സ്, സ്പോർട്സ്, മ്യൂസിക്. ഓട്ടിസം മാത്രമുള്ളവരെയാണോ എല്ലാ വിധത്തിലുള്ളവരെയും എടുക്കുന്നുണ്ടോ? അതായത് അതായത് ഡെവലപ്മെന്റ്, ന്യൂറോ ഡെവലപ്മെന്റ്. ഓട്ടിസം മാത്രമേ ഉള്ളൂ? അല്ല, സെർബൽ പാൾസി. ബ്ലൈൻഡ് ഇല്ല. ബ്ലൈൻഡ് ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു കുട്ടി മാത്രമേ ബ്ലൈൻഡ് ആയിട്ടുള്ളൂ. അവിടെ കൃഷികളൊക്കെ ഉണ്ടോ? എത്ര സ്ഥലമുണ്ട്? നമ്മള് സ്വന്തമായിട്ട്, നമുക്ക് പാടമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറിയും നെല്ലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണേ. ശരി. അപ്പം പിന്നെ ഇവര് അവിടെ ഇപ്പം എല്ലാ ജാതിയിൽപ്പെട്ടവരും കാണുമല്ലോ, അല്ലയോ? എല്ലാ ജാതിയിലും എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ട്. അതായത് ഒരു സങ്കര ആണ് ഇവിടെ. എല്ലാത്തരം ജാതിക്കാരും. അവിടെ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാം സർവമത പ്രാർത്ഥനകളാണോ, സെപ്പറേറ്റ് പ്രാർത്ഥനകളാണോ, അതൊക്കെ ഉണ്ടോ?
എന്നാ ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു സ്ഥലം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും അവനവന്റെ വീടുകളില്. മീറ്റിംഗ് പിന്നെ ഹാളുകളുണ്ടല്ലേ? മീറ്റിംഗിന് ഹാളുണ്ട്, മീറ്റിംഗ് ഉണ്ട്. ക്ലാസ് എടുക്കാനും ഒക്കെ അല്ലേ? അല്ലേ? അതെ അതെ ഓക്കെ അതൊക്കെ ഓക്കെ. ഉണ്ട്. ഞാന് ക്ലാസ് ആദ്യം തൊട്ടേ ശ്രദ്ധിച്ചു. എല്ലാം വളരെ അനുഭവത്തിന്റെയും വെളിച്ചത്തിലും റിസർച്ചിന്റെയും വെളിച്ചത്തിലും നല്ലതുപോലെ ക്ലാസ് എടുത്തിരുന്നു. ഞാൻ ഇവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ പ്രിൻസിപ്പാൾ ആയിരുന്നു. പിന്നെ അതുപോലെ CRE പ്രോഗ്രാമുകൾ അറിയാമല്ലോ, ഇതിന്റെ ട്രെയിനിങ്ങിനുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് ഒക്കെ നടക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ വളരെയധികം പിന്നെ ഇത് കേട്ടപ്പോ തന്നെ താല്പര്യം തോന്നി. അപ്പൊ ഇവിടെ ഒരെണ്ണം വെഞ്ഞാറമൂടുണ്ട്. അവിടെ പിന്നെ 10 ഫാമിലികൾ ഒന്നിച്ച് വാങ്ങിച്ച് പണ്ട് 2 സെന്റോ 1 സെന്റോ വീതം കൊടുത്തിട്ട് അവരവരുടെ സ്വന്തം വീട് വെച്ച് ഇവിടെ ഞാൻ തിരുവനന്തപുരത്താണ്. പിന്നെ അപ്പം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇത് ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും ആ കുട്ടികൾ എന്തൊക്കെ പേരൻസിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഒക്കെ പിന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആംബുലൻസും ഹോസ്പിറ്റലും ഒക്കെ എങ്ങനെയാണ്? ഇവിടെ ഉണ്ടോ? ഡോക്ടറുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സൗകര്യങ്ങളുണ്ട്. എമർജൻസിക്ക് നമുക്ക് ചികിത്സ കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആംബുലൻസ് മേടിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഡെവലപ്മെന്റൽ സ്റ്റേജിലാണ്. പതുക്കെ പതുക്കെ ഓരോന്നും ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് ആലോചനയിട്ടത് 2013 പിന്നെ സ്ഥലം മേടിച്ച് തറക്കല്ലിട്ടത് 2015 പിന്നെ ഇങ്ങനെ ഓരോ ബിൽഡിംഗ് പണിത് ഇപ്പൊ ഏകദേശം ഒരുമാതിരി എത്ര ഇത് സ്ഥലമുണ്ട്? 13 ഏക്കർ ഉണ്ട്. 13 ഏക്കർ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ അതില് പിന്നെ കൃഷി ചെയ്യാനൊക്കെ മനസ്സും താല്പര്യം ഉള്ളവർക്കൊക്കെ ചെയ്യും, അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. വളരെ നല്ലതാണ്. എനിക്കൊന്ന് വന്ന് കാണണം. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് സർ. ചാറ്റ് ബോക്സിന്റെ ഇതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. യു ക്യാൻ കോപ്പി ദാറ്റ് ആൻഡ് യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. എനിക്കൊന്ന് വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അനുവാദമൊക്കെ തരുമോ? അത് വിളിച്ച് ചോദിച്ചാൽ മതി. ഫോൺ നമ്പർ ഉണ്ടായില്ല. അതിൽ ഫോൺ നമ്പരും ഇടുന്നോ? അന്ന് ഫോൺ നമ്പർ ഒന്ന് പറയൂ. അല്ല, അതിലുണ്ട്, യൂട്യൂബ് ചാനലിലുണ്ട്. യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. അതിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഇവിടത്തെ ഇട്ടിട്ടുണ്ടോ ചാറ്റില്? ചാറ്റിൽ ഇട്ടിട്ടുണ്ട് സർ, ലിങ്ക് ഇട്ടിട്ടുണ്ട്. എന്റെ ജോളി ചേച്ചി ഞാൻ ഇട്ടിട്ടുണ്ട്. നിശ്ചിന്തയുടെ യൂട്യൂബ് ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് അല്ല, നമ്മുടെ ഗൂഗിളിൽ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ സാറിന് ഒന്ന് നോക്കി ആ സ്ഥലം എന്താണെന്നൊക്കെ മനസ്സിലാവും. ആൻഡ് ഡെഫിനറ്റ്ലി സ്ഥലം മനസ്സിലാവുമ്പോൾ യു വിൽ ഗെറ്റ് ദ നമ്പർ ഓൾസോ. യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് ദം ആൻഡ് പ്ലീസ് ഡു വിസിറ്റ്. നെക്സ്റ്റ് ആർക്കെങ്കിലും ഇത് ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. പ്ലീസ് കം ഓൺ. അതായത് ജോളി ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, വളരെ മനസ്സിന്റെ അടുത്ത് വന്നിങ്ങനെ നമ്മളോടൊരു കാര്യങ്ങൾ വളരെ ഇതായിട്ട് പറഞ്ഞു തരുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ക്ലാസ്സിന് എപ്പോഴും കിട്ടാറ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ പറയുമല്ലോ, ചില കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുമ്പം അത് വളരെ ഈസി ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റും. വല്ലവരുടെയും കഥകൾ പറയുന്നതിനെക്കാട്ടി അവനവന്റെ അനുഭവങ്ങളും കഥകളും പറയുമ്പം, അവനവന്റെ ജീവിതം പറയുമ്പം അത് കേൾക്കുന്നവരിലേക്ക് വളരെ ഈസി ആയിട്ട് ആഴത്തില് എത്തിച്ചേരാനും അത് എന്താണോ ഉദ്ദേശിച്ചത് അത് ആ വേവ് ലെങ്ത്തിൽ തന്നെ ആളുകൾക്ക് കിട്ടും. മാം പറഞ്ഞ മാതിരി ഇതിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, പലപ്പോഴും നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൗൺസിലിംഗ് എടുക്കുന്ന ആളുകൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറില്ല. ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സ്റ്റേജിൽ തന്നെ ഭാവിയിൽ ഇത്തരത്തിൽ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നാൽ അതെങ്ങനെയാണ് രണ്ട് വ്യക്തികളും നേരിടേണ്ടത് എന്നുള്ളതിന് തീർച്ചയായിട്ടും ഒരു ക്ലാസ് കൊടുക്കേണ്ടതാണ്. ബിക്കോസ് പലപ്പോഴും ഇപ്പം ടച്ച് വുഡ് മാമിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ചേട്ടനും അതുപോലെ സാറും അതുപോലെ ഉണ്ടായത് കൊണ്ടാണ് ജോളി ചേച്ചിക്ക് ഇങ്ങനെ പുൾ ഓൺ ചെയ്യാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ സൊസൈറ്റിയിൽ കാണുന്നത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ പാരന്റ്സിൽ ഒരാൾ മാത്രം കുട്ടിയുടെ മൊത്തം ഉത്തരവാദിത്വം എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾക്ക് തോന്നുന്നത് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ
വൈസ് വേഴ്സ 2 സിറ്റുവേഷൻസും നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ കുറ്റം കൊണ്ടാണ് കുട്ടി ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് മറ്റേ പാർട്ട്ണർ വളരെ ഈസിയായി ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ what happens is initially അമ്മയാണെങ്കിൽ in the most of the cases ആണ് ഞാൻ പറയുന്നത്, അച്ഛന്മാരും അങ്ങനെ നോക്കേണ്ടി വരുന്ന എത്രയോ പാരന്റ്സ് അങ്ങനെയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ളൊരു കുട്ടിയെ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഒരാൾക്ക് ഫുൾ ടൈം, ഇപ്പൊ മാം പറയുന്നു 2 ആളും ഇരിക്കേണ്ടി വന്നു, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഫുൾ ടൈം ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സ്റ്റേജിൽ ഇഫ് ഹസ്ബൻഡ്, ഈ ബ്രെഡ് വിന്നർ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് ഇതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് ദീസ് പീപ്പിൾ ഫൈൻഡ് ഇറ്റ് വെരി ടഫ്. മാം പറഞ്ഞ ആ ഒരു കഥ, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അമ്മയും കുട്ടിയും പിന്നീട് അന്വേഷിച്ചപ്പോൾ അവർ ആത്മഹത്യ ചെയ്തതായിട്ട് മാം അറിഞ്ഞു എന്നുള്ളത്. പലപ്പോഴും ഇതിനൊക്കെ കാരണമാവുന്നത് അതാണ്. ബിക്കോസ് ചെലവുകള്, സമൂഹം, ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സിംഗിൾ പാരന്റിന് ഭയങ്കര ടഫാണ്. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ യാദർശികമായി പരിചയപ്പെട്ട ഒരു ലേഡി ഉണ്ട്, ഭാർഗവി. ആക്ച്വലി ഷീസ് തെലുങ്കത്തിയാണ്, പക്ഷെ ഇപ്പൊ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. ഷീ സ്പീക്സ് തമിഴ്. അപ്പൊ അവരുടെ അങ്ങനെ യാദൃശ്യമായി കണ്ടു, ഞാൻ പരിചയപ്പെട്ടു, സംസാരിച്ചു. വി ആർ ഗുഡ് ഫ്രണ്ട്സ് നൗ, വർഷങ്ങൾക്കിപ്പുറം. ഈ ഭാർഗവിയുടെ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ അന്നാണ് ഞാനിത് ആലോചിച്ചത്. ഭാർഗവിയുടെ കല്യാണം കഴിഞ്ഞ്, ഭാർഗവി ആക്ച്വലി ഷി വാസ് എ ഷെഫ് ഇൻ താജിന് ഷെഫായിരുന്നു. ജോലി കിട്ടി ഭയങ്കര ഹാപ്പിയായി ജീവിക്കുന്ന കാലത്താണ് ഇവർ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ഷീസ് ഓട്ടിസ്റ്റിക്. കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ ഉപേക്ഷിച്ച് പോയതാണ് അവരുടെ ഹസ്ബൻഡ്, ഈ കുട്ടിയുടെ അച്ഛൻ. കുട്ടി ഓട്ടിസ്റ്റിക് ആയി എന്നുള്ള പേരും പറഞ്ഞ് ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് അവർ ഇറങ്ങിപ്പോയി. ഇവർ അത്രയും ആഗ്രഹിച്ച് അത്രയും നല്ലൊരു പൊസിഷനിൽ ഷെഫായി വർക്ക് ചെയ്തിരുന്ന താജ് ഷീ ഹാഡ് ടു കം ഔട്ട്. കാരണം ഈ കുട്ടീനെ ഫുൾ ടൈം നോക്കണം. കാരണം ഓട്ടിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരുപാട് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് ഫുൾ ടൈം ഒരു കെയർ വേണ്ട ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഷീ ഹാഡ് ടു കം ഔട്ട്. ആൻഡ് അവരെ ഏജ് ഓൾഡ് പാരന്റ്സ് ആണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. ആൻഡ് ഈ ഭാർഗവി എന്ന് പറയുന്നത് അവർ ലേറ്റർ സ്റ്റേജിൽ ഈ ആക്സസറീസ്, ഈ ജ്വല്ലറിയും ആക്സസറീസ് ഉണ്ടല്ലോ, അതെല്ലാം ഓൺലൈനിൽ വിൽക്കുകയും അതിന്റെ എക്സിബിഷൻസിലൊക്കെ പോയിട്ടാണ് അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. അച്ഛൻ റിട്ടയർഡ് ഗവൺമെന്റ് സെർവന്റ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു സപ്പോർട്ടും കൂടി അവർക്കുണ്ട്. പക്ഷെ അന്ന് ഈ ഭാർഗവിയുടെ കഥ, അവരുടെ ജീവിതം എൻ്റെ അടുത്ത് പങ്കുവെച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എത്ര ക്രൂരരാണ് മനുഷ്യര്. അവരും കൂടി ചേർന്ന് ആ കുട്ടിയുടെ, നമ്മളിപ്പോ തമാശക്കാണെങ്കിലും പറയില്ലേ, നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ എന്നെ പോലെയാന്ന് പറയും, അല്ലെങ്കിൽ അവളെ എന്നെ പോലെയാന്ന് പറയും. പക്ഷെ മോശം മാർക്ക് വാങ്ങുമ്പോൾ പാരന്റ്സ് ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തും. കണ്ടില്ലേ, നിങ്ങളുടെ ബുദ്ധിയേ ഉള്ളൂ, അല്ലെങ്കിൽ എന്റെ ബുദ്ധിയേ ഉള്ളൂ. തമാശക്കോ ചെറിയ കാര്യത്തിനാണ് പറയുന്നതെങ്കിലും നമ്മൾ അവിടെ നിന്ന് തിരുത്തേണ്ടിയിരിക്കും. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബോത്ത് ദ പാരന്റ്സ്. മാഡം പറഞ്ഞതുപോലെ കല്യാണത്തിന് വിളിക്കാൻ വന്നിട്ട് പിന്നെ എൻ്റെ ഒരു റിലേറ്റീവിന് ഇതുപോലെ ഒരു കുട്ടിയുണ്ട്. അപ്പം അതും ഇതുപോലെ ഓട്ടിസ്റ്റിക്കും പിന്നെ ഡിസബിലിറ്റിയും കൂടെ ഒക്കെ ഉണ്ട്. അപ്പം അവര് പറഞ്ഞു, പിന്നെ ഞാൻ ബന്ധമായതുകൊണ്ട് വിളിക്കാൻ വരുവാണ്, മോനെ നിനക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നീ വരണമെന്നില്ല. അങ്ങനെ നേരിട്ട് അതൊക്കെ കേൾക്കുമ്പം ഭയങ്കര സങ്കടം വരും. ഞാന് അവിടെ കാസർഗോഡ് പോയിട്ട് ഇതില് അഫക്ട് ചെയ്ത ആളുകളുടെ പേരൻസിനെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ബഡ് സ്കൂളിന്റെ റീഹാബിലിറ്റേഷൻ സെന്ററിന് വേണ്ടിയിട്ട് അത് തുടങ്ങുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോയിരുന്നായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിന് ഇവരുടെ ബുദ്ധിമുട്ടുകൾ, അത് തുടങ്ങിയതിന് ശേഷം അവര് ഉള്ള പ്രയോജനങ്ങളും ഒക്കെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് ചിലത് കേട്ടാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പിന്നെ വളരെ കുറച്ച് പേരൻസില് കെട്ടിയവന്മാര് മാത്രമേ ഇതുമായിട്ട് ഈ മക്കളുടെ കൂടെ സഹകരിക്കാൻ തയ്യാറുള്ളൂ. ബാക്കിയുള്ളവര് ഒന്നില് നെഗ്ലക്ട് ചെയ്തിട്ട് പോവാത്തവരുണ്ട്. ചിലര് നെഗ്ലക്ട് ചെയ്തതുപോലെ തന്നെ അതിന്റെ കാര്യം നീ നോക്കിക്കോണം, അമ്മ നോക്കിക്കോണം എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറും, അല്ലെ കളഞ്ഞു. ഓക്കെ, നമുക്ക് മാം നമുക്ക് ഇപ്പൊ ഒരു വാചകം കൂടി പറഞ്ഞ് ജാസ്മിൻ മാം അതിനൊരു കൺക്ലൂഷൻ കൂടി പറയണമെന്നുണ്ട്. അപ്പൊ ജോളി മാം, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലൊരു കാര്യം ചെയ്യേണ്ടതാന്ന് പറഞ്ഞതിന്റെ ഒപ്പം തന്നെ ജോളി മാമിനോട് കാര്യം പറയട്ടെ. ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളും, ബിക്കോസ് യു ഇമ്പാർട്ട് സോ മച്ച് സ്ട്രെങ്ത് ടു അതേഴ്സ്.
സോ എനിക്കൊരു എളിയ അഭിപ്രായം ഉള്ളത്, മാം ഇതൊരു സീരീസ് ആയിട്ടോ, എനിക്ക് തോന്നുന്നു മാം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ? തുടങ്ങി, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതങ്ങനെ വിടുകയല്ല, ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഈ പോസിറ്റീവായിട്ട് മാം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും അത് ഗുണം ചെയ്യും. അതിൽ 50 പേരോ 10 പേരോ അല്ല, അതിൽ ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യും. മാം അതൊരു സീരീസ് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും എന്റെ സർക്കിളിൽ ഏതെങ്കിലും ഒരു പാരന്റ് ഉണ്ടാവും ഇത്തരത്തിൽ ആവശ്യമുള്ളത്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദാറ്റ്. ഞാൻ നിശ്ചയത്തെ കുറിച്ച് ഇതിനകം ഒരുപാട് പേരോട് ഞാനത് ഷെയർ ചെയ്തു. ബിക്കോസ് അതിൽ ഒരുപാട് പോസിറ്റീവ്നെസ് ഉണ്ട്. ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇങ്ങനെയും ആളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ അറിയണം. അതെ അതെ, അവയർനെസ് അല്ലേ. അപ്പോഴാണ് ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ നമ്മുടെ ഒപ്പം ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം വരുന്നത്. സോ ഡെഫിനറ്റ്ലി മാം അത് വിട്ടുകളയരുത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ഡിഫറൻസ് ആണെങ്കിലും ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ ദ സൊസൈറ്റി. ഓക്കെ, താങ്ക് യു സോ മച്ച്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ്. താങ്ക് യു അർച്ചന മാം, നല്ല ഫീഡ്ബാക്ക്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു, എല്ലാവർക്കും. ഓക്കെ, ഇതിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടതാണ്. ഗ്രൂപ്പ് ഓപ്പൺ ആക്കി തരാം. ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത മാമിന്റെ ഈ ഒരു ക്ലാസ്സിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് നമുക്ക് പറയാതിരുന്നാൽ അത് ചിലപ്പോൾ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന നന്ദികേടായിപ്പോ, നമ്മുടെ മനസാക്ഷിയോട് തന്നെ നമ്മൾ ചെയ്യുന്ന നന്ദികേടായിപ്പോ. പക്ഷെ ഇവിടെ നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട്, നമുക്ക് സമയം അതിക്രമിച്ചത് കൊണ്ടും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിംബിൾ ട്രെയിനിങ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാതാൽ വളരെ ഉപകാരമായിരിക്കും. എനിവേ, താങ്ക് യു ജോളി മാം, ഇത്രയും സമയം നമുക്ക് വേണ്ടി ഈ ഒരു കാര്യത്തിന് അവയർനെസ് നൽകുകയും അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ മാമിന്റെ ക്ലാസ് ഇൻട്രോ ചെയ്യാമെന്ന് ഷെയ്ഖാദ മാം, അതുപോലെ ഇതിൽ സംസാരിച്ച ഓരോ വ്യക്തികളും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.